ചെറുപ്പുളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസ് സംഘടിപ്പിച്ച മെഗാ അനുമോദന ചടങ്ങ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ക്യാമ്പസിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന വിവിധ പരീക്ഷകളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനങ്ങൾ ചലച്ചിത്ര താരം രമേശ് പിഷാരടി MLA വിതരണം ചെയ്തു. വിദ്യാഭ്യാസത്തോടൊപ്പം വ്യക്തിത്വ വികസനത്തിനും വിദ്യാർത്ഥികൾ പ്രാധാന്യം നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ മൊബൈൽ ഫോൺ ആണെങ്കിൽ ഏറ്റവും പുതിയതാണ്, അതാണ് ഏറ്റവും പുതിയ സോഫ്റ്റ്വെയറും ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും ഒക്കെ ഉള്ളത്. വണ്ടി വാങ്ങിച്ചു നോക്കിക്കോളൂ, ഏറ്റവും പുതിയ വണ്ടി കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയത് ഏതാണ്, അതിലാണ് ഏറ്റവും കൂടുതൽ അപ്ഡേറ്റഡ് ആയ കാര്യങ്ങൾ ഉണ്ടാകുക എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കാര്യത്തിലും നിങ്ങളെല്ലാവരും പല കാരണങ്ങൾ കൊണ്ട് പല വിഷയങ്ങളിലും എന്നേക്കാൾ അപ്ഡേറ്റഡ് ആണെന്നും എന്നേക്കാൾ അറിവുള്ളവരാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ചില കാര്യങ്ങളായിരിക്കില്ല, എങ്കിലും കുറെ അധികം കാര്യങ്ങൾ നിങ്ങൾ വളരെ അപ്ഡേറ്റഡ് ആണ്, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നവരാണ്. അതിനൊക്കെ ഇടയിൽ ഞങ്ങളൊക്കെ പഠിച്ച സമയത്തെ പോലെയില്ല. ഞാനൊക്കെ 10 പാസ്സായതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നു. ഞാൻ 10 പാസ്സാകുമ്പോൾ +2 ഇല്ല, 3 ഡിഗ്രിയാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ 10 പാസ്സായി എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഒരു സന്തോഷമുണ്ടല്ലോ, അതും ഫുൾ A+ പരിപാടികളൊക്കെയാണ്. ഞാനൊക്കെ 10 പാസ്സായി എന്ന് പറഞ്ഞവരുടെ മുഖത്ത് അത്ഭുതമായിരുന്നു. ഇവരും പാസ്സായി, അതായിരുന്നു ഇവരുടെ മുഖത്തെ ഒരു ഭാവം. ഒരു അന്നത്തെ SSLCക്ക് റാങ്കാണ്, മൊത്തം 600 മാർക്ക് ഉണ്ടെങ്കിൽ 599 കിട്ടിയ ഒരുത്തം ഫസ്റ്റ് റാങ്ക്, 98 കിട്ടിയ ഒരുത്തം സെക്കൻഡ് റാങ്ക്, 97 കിട്ടിയവർ 2 പേര് തേർഡ് റാങ്ക് ഷെയർ ചെയ്യും. ഇങ്ങനെയൊക്കെയാണ്. കാരണം 598 ഓൾ കേരള തലത്തിൽ ഒരുത്തനെ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ഇന്ന് അങ്ങനെ റാങ്ക് വയ്ക്കാൻ പറ്റില്ല. കാരണം 598 മേടിച്ചാൽ ആയിരക്കണക്കിന് കുട്ടികൾ ഇന്ന് ഉണ്ടാവും. അത്രയധികം പഠിക്കുന്ന, അത്രയധികം ഓർമ്മശക്തിയുള്ള, അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വലിയ വിഭാഗമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എനിക്ക് പൊതുവെ നിങ്ങളോടൊപ്പം നല്ല ആരോഗ്യപരമായ ഒരു അസൂയുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരോടൊക്കെ എനിക്കൊരു ചെറിയ അസൂയ സത്യത്തിലുണ്ട്. നന്നായിട്ട് പാട്ട് പാടുന്നവരോട് എനിക്ക് ഭയങ്കര അസൂയ, നന്നായിട്ട് പഠിക്കുന്നവരോട് എനിക്ക് ഭയങ്കര അസൂയ. അപ്പോൾ ഒരു തന്നെ ഞാനിങ്ങനെ പറഞ്ഞു, നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നവരോട് നിനക്ക് അസൂയാണ്, നിനക്ക് ബോംബിടുന്നവരോടൊക്കെ അസൂയായിരിക്കുമല്ലോ, നീ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറയാം, അതെനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമല്ല, ഞാൻ ചെയ്യാത്ത കാര്യമാണ്. അതിന് പറ്റായ്മൊന്നും എഴുതറിഞ്ഞാൽ പോലും വലിയ പാടില്ലല്ലോ, ഞാൻ ചെയ്യാത്ത കാര്യമാണ്, ഇത് എനിക്ക് പറ്റാത്ത കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് നല്ല അസൂയ നിങ്ങളോടൊക്കെ ഉണ്ട്. എല്ലാ വിഷയത്തിലും A+ മേടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ, വലിയ കാര്യമില്ലേ. അപ്പം ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ തീരെ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് എന്ന് വിചാരിക്കുന്ന ഒരു സംഘവും ഇവിടെ ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഞാൻ BA കഴിഞ്ഞ് MA കഴിഞ്ഞ് CA പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് തെരഞ്ഞെടുപ്പിന് മത്സരിച്ചത്, മാറിയത് എന്ന് അഭിമാനത്തോടെ പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഞാൻ പറയാലോ ചില കാര്യങ്ങളിൽ മലബാർ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി അബ്ദുറഹ്മാൻ മാസ്റ്റർ MP ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. ട്രസ്റ്റ് വൈസ് ചെയർമാൻ മരക്കാർ മാരായമംഗലം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പോളിടെക്നിക് പ്രിൻസിപ്പാൾ മുഹമ്മദ് സിറാജുദ്ദീൻ, വൈസ് പ്രിൻസിപ്പൽ മുഹമ്മദ് സലീം എന്നിവർ സംസാരിച്ചു. വിവിധ ഡിപ്പാർട്ട്മെന്റ് മേധാവികളായ മുഹമ്മദ് താഹിർ, കൃപ MK, ദീപക് ശ്രീദേവി, അരുൺ എന്നിവരും ട്രസ്റ്റ് അംഗങ്ങളായ ഇസൻകുട്ടി ഹാജി, ഇക്ബാൽ കോലത്ത്, നാസർ മാസ്റ്റർ, ബഷീർ, മുഹമ്മദ് അലി, അബ്ദുസമദ്, കുഞ്ഞി മുഹമ്മദ്, ഫൈസി എന്നിവരും വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് വേദി പങ്കിട്ടു. അനുമോദന ചടങ്ങിനൊപ്പം സംഘടിപ്പിച്ച കരിയർ ഗൈഡൻസ് ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനകരമായി മാറി. പ്രശസ്ത കരിയർ കോച്ച് നിസാമുദ്ദീൻ K നയിച്ച സെക്ഷനിൽ ഉന്നത വിദ്യാഭ്യാസ സാധ്യതകൾ, ആധുനിക തൊഴിൽ മേഖലകൾ, നൈപുണ്യ വികസനം എന്നിവയെക്കുറിച്ചും വിശദമായി മാർഗനിർദ്ദേശങ്ങൾ നൽകി. മൈക്രോസോഫ്റ്റ് ഉണ്ട്. ഏകദേശം ഒരു 2-3 ലക്ഷം ആളുകളെ ഒരു 3 months കൊണ്ട് പിരിച്ചു. അപ്പൊ ഈ കമ്പനിയൊക്കെ വലിയ കമ്പനിയല്ല, അങ്ങനെ ആ കമ്പനിയിൽ ആൾക്കാരൊക്കെ പഠിച്ചിരുന്നുണ്ട്. പക്ഷെ ആ കമ്പനിയെ ടെക്നീഷ്യനെ പിരിച്ചുവിട്ടിട്ടില്ല. ആ കമ്പനിയിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്ത കുട്ടിയെ പിരിച്ചുവിട്ടിട്ടില്ല. പക്ഷെ പിരിച്ചുവിട്ട ആരാണ്? ഈ പറഞ്ഞ വൈറ്റ് കോളർ ജോബ് ചെയ്യുന്ന മാനേജേഴ്സിനെയാണ് കൂടുതൽ, അതായത് ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന ആൾക്കാരാണ് പിരിച്ചുവിട്ടത്. അപ്പൊ നമുക്ക് ജോലി വേണം, വി നീഡ് എ ഗ്രേറ്റ് ജോബ്, നല്ല ജോലി വേണം, നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ ഏത് കോഴ്സ് എടുക്കുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നടക്കുന്ന ഗെയിം എന്താണെന്ന് അറിയണം. അല്ലാണ്ട് ഏതെങ്കിലും പരസ്യം കണ്ടിട്ടോ ആരെങ്കിലും പറഞ്ഞിട്ട് ചാടിപ്പോയി തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ലൈഫ് ടൈം തോറ്റു പോകും. തോറ്റു പോയാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ തോറ്റോന്റെ കൂടെ മനുഷ്യന്മാർ നിൽക്കുന്നത്? നിങ്ങൾ കൂടെ ജയിച്ചോണ്ടല്ലേ വന്നിരിക്കുന്നത്? എസ് ഓർണോ? നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ നിങ്ങളുടെ പാരന്റ്സ് നിങ്ങളെ കൂടെ വന്നിരിക്കും. ആരും തന്നെ പാരന്റ്സ് ചവിട്ടി പുറത്താക്കും വരുന്നത്. നിങ്ങൾക്ക് പഠിപ്പിച്ച പണിക്ക് വേറെ എന്തെങ്കിലും പരിപാടിക്ക് വിട്ടാൽ തോറ്റോന്റെ കൂടെ ആരും നിൽക്കില്ല. പക്ഷെ ജയിച്ചോന്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ ഈ ലോകം മൊത്തം ഉണ്ടാവും. ആ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഗെയിമിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്.
രാവിലെ 8 മണിക്ക് ആരംഭിച്ച് ഉച്ചയ്ക്ക് 2 മണിയോടെ സമാപിച്ച ചടങ്ങിൽ വിജയികളായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉപഹാരങ്ങൾ സമർപ്പിച്ചു. വിദ്യാർത്ഥികളുടെ വിജയങ്ങൾ ആദരിക്കുന്നതിനൊപ്പം അവരുടെ ഭാവി വിദ്യാഭ്യാസ തൊഴിൽ മേഖലയെക്കുറിച്ചും വ്യക്തമായ ദിശാബോധം നൽകാൻ സാധിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് സംഘാടകർ. ചെറുപ്പുളശ്ശേരി CCST കോളേജിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു. NAC അംഗീകാരമുള്ള CCST കോളേജിലേക്ക് കാലാനുസൃതമായ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. 2 PG കോഴ്സുകളും 10 UG കോഴ്സുകൾക്കുമൊപ്പം ഈ വർഷം ആരംഭിക്കുന്ന പുതിയ കോഴ്സുകളായ BSc AI, BBA വിത്ത് ലോജിസ്റ്റിക്സ് തുടങ്ങിയ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. CCST ക്യാമ്പസ് നൽകുന്ന പ്രധാന സവിശേഷതകൾ: അത്യാധുനിക ICT എനേബിൾഡ് ക്ലാസ് റൂംസ്, വിനോദങ്ങൾക്കായി പ്രത്യേക കേന്ദ്രം, വിപുലമായ ലാബ് സൗകര്യങ്ങൾ, ഉന്നത പഠന നിലവാരം, യൂണിവേഴ്സിറ്റി റാങ്കുകൾ, പ്രകൃതി രമണീയവും ഹരിതാഭവുമായ ക്യാമ്പസ്, മികച്ച പ്ലേസ്മെന്റ് സഹായവും തൊഴിൽ നൈപുണ്യ വികസന പരിപാടികളും, ആഡ് ഓൺ കോഴ്സസ് AI, ML, ASAP, ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ, ടാലി, CMA തുടങ്ങിയ സർട്ടിഫൈഡ് കോഴ്സുകൾ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനുമായി ഇന്നു തന്നെ ബന്ധപ്പെടൂ. ചെറുപ്പുളശ്ശേരി കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കാറൽമണ്ണ, ചെറുപ്പുളശ്ശേരി, പാലക്കാട്.